നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ലോകത്തെ തന്നെ അത്യപൂർവമായ പ്രതിഷ്ഠയുള്ള, അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിലാണ്. സാധാരണഗതിയിൽ സൂര്യക്ഷേത്രം കൊണാർക്കിലും അതുപോലെ നമ്മളെ കേരളത്തിൽ കോട്ടയത്തൊക്കെ ഉണ്ട്. പക്ഷേ സൂര്യചന്ദ്രന്മാരുള്ള ക്ഷേത്രം ലോകത്തിൽ തന്നെ ഈ ഒരു ക്ഷേത്രം ഉള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ അത് നമ്മളെ മുളയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പട്ടാമ്പി, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, കൊപ്പം, മുളയങ്കാവ്, മപ്പാട്ടുകര, അതായത് കുലുക്കല്ലൂർ പഞ്ചായത്തിലാണ് അതുള്ളത്. പാലക്കാട് ജില്ലയിൽ ആണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇത് അറിവ് ആവട്ടെ. കാരണം എന്താ വെച്ചാൽ അത്യപൂർവമായ ഒരു ക്ഷേത്രമാണ്. വളരെ പഴക്കമുള്ള, ഏകദേശം 2000 വർഷമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, വേദപാരമ്പര്യത്തിന് പേര് കേട്ട കുലുക്കല്ലൂർ നമ്പൂതിരിമാരുടെ ആരാധനാമൂർത്തിയായിരുന്നു അത്രേ സൂര്യൻ. അപ്പോൾ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ 99 സോമയാഗങ്ങൾക്കും ബ്രഹ്മൻ അലങ്കരിച്ചിരുന്നത് ഈ ഗ്രഹത്തിലെ അംഗങ്ങളായിരുന്നു. വേദജ്ഞാനം അത്രത്തോളം ഉണ്ടായിരുന്ന ഈ കുടുംബത്തിലെ ഒരംഗം തൻ്റെ ആരാധനാമൂർത്തിക്ക് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിൽ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം. തുല്യ പ്രാധാന്യത്തോടെ പ്രകൃതി ദേവനായ ചന്ദ്രനെയും പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോമയാഗങ്ങളിൽ സൂര്യേന്ദ്രന്മാർക്കുള്ള സ്ഥാനം ഇതിൻ്റെയൊക്കെ സാധൂകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. ഇനിയും കൂടുതൽ അറിവുകൾ നമുക്ക് ക്ഷേത്രത്തിൽ തന്നെ ഭാരവാഹികളുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്കൊന്ന് ശേഖരിക്കാം. എന്തായാലും എല്ലാവരും വന്ന് കാണേണ്ടുന്ന ഒരു ക്ഷേത്രമാണിത്. കാരണം മുഖ്യപ്രതിഷ്ഠ സൂര്യനും ചന്ദ്രനും ആവുകൊണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് ഇങ്ങനെ അത്യപൂർവമായ ഒരു ക്ഷേത്രമായത് കാരണം എല്ലാവരും, പറ്റാവുന്ന ആളുകളൊക്കെ, നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഒന്ന് ദർശനം നടത്തിയാൽ വളരെ നല്ലതാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹം കിട്ടിയാൽ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന തരത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായിരിക്കും. അവരുടെ അനുഗ്രഹം ആണ്. കാരണം കാലപുരുഷനായ ആ കർമ്മദേവനായ സൂര്യൻ്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ, അതേപോലെ ചന്ദ്രദേവൻ്റെയും അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണല്ലോ. നമസ്കാരം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അറിവുകളെക്കുറിച്ച്, ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? സൂര്യചന്ദ്രക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. ഐതിഹ്യം പ്രകാരം 2000 വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ്. പിന്നെ ഭയങ്കരമായൊരു വരൾച്ച ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടു എന്നും അപ്പോൾ ഇവിടെയുള്ള ഭക്തജനങ്ങൾ ചന്ദ്രനെ പ്രതിഷ്ഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് മഴ പെയ്തു തുടങ്ങി. പിന്നീട് അത് അതിശക്തമായ മഴയായി മാറിയപ്പോൾ സൂര്യഭഗവാനെ പ്രതിഷ്ഠിച്ച് തുടർന്ന് മഴ ശാന്തമായി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് ശ്രീധരൻ ചുമരത്തുമന ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരി പാടിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പുനഃപ്രതിഷ്ഠാ ദിനങ്ങളൊക്കെ നടന്നത്. പ്രതിഷ്ഠാ ദിനം വരുന്നത് മിഥുനമാസത്തിലാണ്. കേരളത്തിൽ തന്നെ സൂര്യചന്ദ്രക്ഷേത്രം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നണത്. കേരളത്തിലല്ല, പൊതുവെ ഏഷ്യയിൽ തന്നെ ഈ രണ്ടിൻ്റെയും കൂടി പ്രതിഷ്ഠയുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് പട്ടാമ്പിക്ക് അടുത്തൊരു സ്ഥലമാണ്. പട്ടാമ്പിയിൽ നിന്ന് കൊപ്പത്ത് വരണം. കൊപ്പത്തുനിന്ന് ചെർപ്പളശ്ശേരി പോകുന്നൊരു റോഡുണ്ട്, ബസ്സൊക്കെ സർവീസുള്ള. ആ റോഡിന് പോകുന്ന മുളയങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് മപ്പാട്ടുകര റോഡിന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെയാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ 30 ഞായറാഴ്ചയും ഗണപതി ഹോമം നടത്താറുണ്ട്. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ എല്ലാ വഴിപാടുകളും ഇവിടെയും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ ഇനി അടുത്ത സാധനങ്ങൾ കിട്ടും, നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ